ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ യാത്ര മലപ്പുറത്തേക്കാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ബസ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നദീം സാറെ കൂടെ ബൈക്കിൽ പോകാമെന്ന് കരുതി. സോ നൈസായിട്ട് മോർണിംഗ് നമ്മൾ എന്ത് ചെയ്തു, ചില്ലുമ്പോളാക്കി നദീം സാറെ കൂടെ അങ്ങനെ പോയി. പോകുന്ന പോക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു ആസ് യൂഷ്വൽ. സോ ഞാൻ ഉപ്പുമാവും ബീഫും കഴിച്ചു. നമ്മൾ നദീം സാറ് പുട്ടും ബോണ്ടയൊക്കെയാണ് കഴിച്ചിരുന്നത്. സോ വേറെ ലെവൽ കോമ്പിനേഷനാണ്. സോ നമ്മൾ പുതിയ സ്റ്റാൻഡ് എത്തിയപ്പോൾ തന്നെ നീയും അക്കലിനെയൊക്കെ അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, നേരെ ബസ്സിലേക്ക് അങ്ങോട്ട് കയറി. പാലക്കാട് ബസ്സാണ് കയറിയത്. സോ ബസ്സിൽ കയറി നേരെ മലപ്പുറത്തേക്കാണ് വെച്ച് പിടിച്ചു. സ്റ്റാർട്ടിങ് സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ബസ്സിൽ ഫുൾ ക്രൗഡായി. ഹെവി ക്രൗഡായി. മലപ്പുറം എത്തിയ ഉടനെ നമ്മളൊരു ഹോട്ടലിലേക്കാണ് കയറിയത്. അഖിൽനാമീസും നിയാമീസും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിന് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അവിടെ ഹോട്ടലിൽ എത്തിയപ്പോൾ മത്സരമായിരുന്നു. അഖിൽനാമീസ് പൊറോട്ട പറയുന്നു, ചപ്പാത്തി പറയുന്നു, നിയാമീസ് കോമ്പറ്റീഷനാക്കി ചപ്പാത്തി പറയുന്നു, പൊറോട്ട പറയുന്നു. അങ്ങനെ അവസാനം അവരെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു സമയമായപ്പോഴേക്കും നമ്മൾ ഓട്ടോ കയറി നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു. കണ്ണൂരിനെക്കാട്ടും കോഴിക്കോട്ടിനെക്കാട്ടും ഹെവി ക്രൗഡായിരുന്നു നമ്മുടെ സ്റ്റാളിന് മുമ്പിൽ നമുക്ക് കാണാൻ പറ്റിയത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി നിന്നിരുന്നത് നമ്മുടെ കൊമേഴ്സ് റോഡ് സ്റ്റാളിന് മുമ്പിലായിരുന്നു. ഇഷ്ടം പോലെ കുട്ടികളുണ്ടായിരുന്നു മോർണിംഗ് സമയത്ത് തന്നെ. അതായത് രാവിലെയാണ് ഒരുപാട് കുട്ടികൾ വരുന്നത്. അങ്ങനെ ഉച്ച വരെ നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. ഉച്ചയ്ക്ക് ശേഷം നൈസായിട്ടൊരു ഫ്രീ മലപ്പുറം കിഡിലും ബിരിയാണിയും കിട്ടി. ആ ബിരിയാണി കഴിച്ചതിന് ശേഷം എന്ത് ചെയ്തു, ഉച്ചയ്ക്ക് ശേഷം സെഷനിലേക്ക് പോയി. കുട്ടികൾ കുറവായതുകൊണ്ട് വലിയൊരു പണിയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ അഖിൽനാമീസും നിയാമീസും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. അവർ രണ്ടുപേരും ഭയങ്കര കെമിസ്ട്രിയാണ്. അതായത് നല്ലൊരു രസമുള്ള കോമ്പാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. നല്ല രസമാണ് പറഞ്ഞിരിക്കാൻ ഇവർ രണ്ടുപേരും. അപ്പോൾ പിന്നെ അവരെ വീഡിയോസൊക്കെ കുറച്ച് അങ്ങനെ എടുത്ത് വെച്ചു. ദെൻ ഒരു 3:30 ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്തു, അവിടെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു അങ്ങനെ ഇറങ്ങി നേരെ സൈലത്തിൻ്റെ ബസ്സും കയറി വീട്ടിലേക്ക് പുറപ്പെട്ടു ഗൈസ്. ബസ്സിൽ കയറിയപ്പം നമ്മൾ മാത്രമായിരിക്കും എന്നാണ് കരുതിയത്. എന്നാൽ ആദ്യഘട്ടത്തിൽ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറേ ആളുകൾ വന്നു. ദെൻ ബസ് ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, നമ്മളെ കൂട്ടാനുള്ള ആൾ, അതായത് അസ്മിൽ സാരഥി എത്തി. അങ്ങനെ അസ്മിൽ സാറിൻ്റെ കൂടെ എന്ത് ചെയ്തു, നൈസായിട്ട് വണ്ടിയിൽ കയറി നേരെ പുറപ്പെട്ടു. അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.